ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ വാഴക്കൂമ്പ് ഇനി കളയുകയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണിത്. ഇതിൽ ഒരല്പം പരിപ്പ് കൂടി ചേർത്താണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. പരിപ്പ് സെപ്പറേറ്റ് ഒന്നും വേവിക്കേണ്ട. ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതിയാകും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കുറച്ച് വെള്ളത്തിലോട്ട് ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി വയ്ക്കുക. ഇതിലോട്ട് വാഴക്കൂമ്പ് അരിഞ്ഞ ഉടനെ തന്നെ വാരിയിടുക. വെള്ളത്തിൽ നിന്ന് മുക്കി വയ്ക്കുക. വാഴക്കൂമ്പിലെ കറ പോകാൻ വേണ്ടി ചെയ്തതാണിത്. ഉപ്പുവെള്ളത്തിലിടുന്നതിന് പകരമായിട്ട് ചിലർ അരിഞ്ഞ ഉടനെ തന്നെ നല്ലവണ്ണം വെളിച്ചെണ്ണ പുരട്ടി ഞെരടി വെക്കാറുണ്ട്. എനിക്കിതാണ് ഇഷ്ടം. അറിയാത്തവർക്ക് കാണിച്ചെന്ന് മാത്രം. കടായി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് വാഴക്കൂമ്പിന് നല്ല ടേസ്റ്റ്. പറ്റുമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കടുകിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ചിലർ വാഴപ്പൂ തോരനകത്ത് സവാള ചേർക്കാറില്ല. ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് സവാള ഒന്ന് ചേർത്ത് നോക്കിയോളൂ. നല്ല ടേസ്റ്റാണ്. സവാള ഒന്ന് വഴന്ന് വന്നോട്ടെ. ഒരുപാട് വഴന്ന് വരണ്ട. ഒരല്പം ഒന്ന് വാടിക്കിട്ടിയാൽ മതി. സവാളയിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് വെള്ളത്തിൽ നിന്ന് നല്ലവണ്ണം പിഴിഞ്ഞെടുത്ത വാഴക്കൂമ്പ് ചേർക്കുക. വീണ്ടും വേറെ വെള്ളത്തിലിട്ടൊന്നും വാഴക്കൂമ്പ് പിഴിയേണ്ട ആവശ്യമില്ല. ആ ഉപ്പ് വെള്ളത്തിൽ നിന്ന് നേരിട്ടങ്ങ് പിഴിഞ്ഞിട്ടാൽ മാത്രം മതിയാകും. ഇനി വാഴക്കൂമ്പിന് ഞാൻ കുറച്ചേറെയായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി വാഴക്കൂമ്പിൽ കുറച്ചൊക്കെ ഉപ്പിൻ്റെ മയമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കരുത്. അതിലെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതിയാകും. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ നടുക്കോട്ട് ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കണം. പോലെ. ഇനി ഞാനിതിൽ ചേർക്കുന്നത് മസൂർ ഡാലാണ്. കുറച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾ സാധാരണ വാഴക്കൂമ്പിന് എത്രയാണോ പരിപ്പ് പയർ ഒക്കെ ചേർക്കുന്നത് ആ ഒരളവിൽ ചേർക്കുക. ഈ മസൂർ ഡാൽ ഒരു 20-30 മിനിറ്റ് നേരത്തിന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരിക്കണം. വീണ്ടും നല്ലവണ്ണം ഒന്ന് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 4-5 മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേഗട്ടെ. മൂടി വയ്ക്കാം. ഇനി നല്ലവണ്ണം ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇതിൽ ഒരല്പം വെള്ളമയ അടിയിൽ കാണും. നല്ലവണ്ണം പിഴിഞ്ഞെടുത്താൽ ഒരല്പം കാണും. അല്പം ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടിക്ക് പിടിക്കാതെ ആ പരിപ്പൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഈ പരിപ്പ് ഒരു 90% വെന്തിട്ടുണ്ട്. ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പരിപ്പ് ഒട്ടും കുഴയാതെ പാകത്തിന് വെന്ത് കിട്ടും. ഇത് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് അടിയിലുള്ള ചെറിയ ഈർപ്പമൊക്കെ ഉണ്ടല്ലോ, വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റി വന്നോളും. ഇതുപോലെ വെള്ളം നല്ലവണ്ണം തോർത്തിയെടുത്തതിന് ശേഷം മാത്രമേ അരപ്പ് ചേർക്കാവൂ. കണ്ടില്ലേ, ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് നോക്കണം. ഉപ്പ് പാകത്തിനല്ലെങ്കിൽ ഉപ്പ് ചേർക്കുക. ഇനി ഇതിൽ അരപ്പ് ചേർക്കാനുണ്ട്. അരപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കി വെച്ചിട്ട് അരപ്പ് അതിൽ ചേർക്കണം. ഇനി അരപ്പിനായിട്ട് ഒരു 8-10 വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ട് ഞാൻ ചേർക്കാറുണ്ട്. ഒരല്പം ജീരകം, ചെറിയ ജീരകം ചേർക്കുക. കുറച്ചേറെ കറിവേപ്പിലൂടെ ചേർക്കുക. ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് 2-3 ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി 1 കപ്പ് തേങ്ങയോടെ ചേർക്കുക. വാഴക്കൂമ്പ് തോരന് ഒരല്പം തേങ്ങ കൂടുതലായിട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. വാഴക്കൂമ്പിന് തന്നെയായിട്ട് ഒരു ടേസ്റ്റും ഇല്ല. നമ്മൾ ഈ കൊടുക്കുന്ന അരപ്പിൻ്റെയും കൂടെ ചേർക്കുന്ന പരിപ്പോ പയറോ ഇതിൻ്റെയൊക്കെ അനുസരിച്ചല്ല അതിൻ്റെ ടേസ്റ്റ് കൂടുക. തോരനായത് കാരണം തരിതരിപ്പായിട്ട് ഇതുപോലെ അരച്ച് വയ്ക്കുക. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ നടുക്കോട്ട് അരപ്പ് ചേർക്കുക. ഇപ്പോൾ ഇത് ചേർത്തിളക്കരുത്. ആ കുഴിയൊന്ന് ഇതുപോലെ ഒന്ന് മൂടി തട്ടിപ്പൊത്തി വയ്ക്കാം. വെള്ളം അതിൻ്റെ വറ്റിയതാണ്. അതുകൊണ്ട് തീ ഏറ്റവും കുറവായിട്ട് തന്നെ ഇടണം. ഒരു 2-3 മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ. മൂടി വയ്ക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് ചൂടാകണം.
ചൂടായിട്ടുണ്ട്. ഇനി ഇളക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ചേറെ കറിവേപ്പിലൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ളൂടെ ചേർക്കുക. ഇനി മിക്സ് ചെയ്തെടുക്കാം. പരിപ്പിപ്പം ഉടയാതെ പാകത്തിന് വെന്തിരിക്കുകയാണ് ഈ സമയം കൊണ്ട്. കടുക് താളിച്ച സമയത്ത് വെളിച്ചെണ്ണയല്ല യൂസ് ചെയ്തത് എങ്കിൽ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഈ സമയത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ഇതിൻ്റെ വെള്ളമയം ഒട്ടുമില്ല, അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. മസൂർ ഡാലിന് പകരമായിട്ട് ചെറുപയറോ വൻപയറോ തുവരപ്പരിപ്പൊക്കെ ചേർക്കുക. അതെല്ലാം വേവിച്ച് സെപ്പറേറ്റ് കുഴയാതെ വേവിച്ച് വേണം ചേർക്കാനായിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വൻപയറോ ചെറുപയറോ ഒന്നും വേവിച്ച് ചേർക്കാനായിട്ടൊന്നും നിൽക്കില്ല. ഇത് വളരെ ഈസിയുമാണ്, വളരെ ടേസ്റ്റിയുമുള്ള തോരനാണിത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.